In the previous class, we have discussed about recombination and linkage. ഈ ക്രോമസോം മാപ്പ് അല്ലെങ്കിൽ ലിങ്കേജ് മാപ്പ് എങ്ങനെ തയ്യാറാക്കുന്നു എന്നതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാനുണ്ട്. So as a revision, we have seen what is a linkage, Bateson and Pannett's experiment, how they define the phenomena, gametic coupling and gametic repulsion, followed by the experiments conducted by Morgan, wherein he demonstrated the heterozygous hybrid cross between a male F1 offspring, capital G, capital small l, and a female double recessive parent. ഇങ്ങനെയുള്ള ക്രോസിനെ നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കല്ലേ. And he got an F2 generation with 1:1:1:1 ratio instead of the expected 7:1:1:7 ratio. Also, in a second experiment, he test crossed an F1 female with a male double recessive parent. അപ്പോൾ നേരത്തെ എക്സ്പെരിമെൻറ്റിൽ F1-ലെ മെയിലിനെ ഡബിൾ റെസസീവ് പാരൻറ്റുമായിട്ടാണ് ടെസ്റ്റ് ക്രോസ് ചെയ്തത്. രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ F1-ലെ ഒരു ഫീമെയിലിനെ എടുത്തിട്ടാണ് ഡബിൾ റെസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്തത്. അപ്പോൾ ഫീമെയിലിനെ ക്രോസ് ചെയ്യുമ്പോൾ F1 ഫീമെയിലിനെ ക്രോസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് F2 ജനറേഷനിലെ ജീനോട്ടിപ്പിക് റേഷ്യോ 7:1:1:7 കിട്ടി. അപ്പോൾ ഇവിടെ ക്രോസിങ് ഓവറും റീകോമ്പിനേഷനൊക്കെ നടന്നിട്ടുണ്ട്. നേരത്തെ മെയിൽ പാരൻറ്റിന് അല്ലെങ്കിൽ മെയിൽ F1 യൂസ് ചെയ്തപ്പോൾ അവിടെ ക്രോസിങ് ഓവർ റീകോമ്പിനേഷൻ ഒന്നും നടന്നില്ല. അപ്പോൾ ഈ രണ്ട് എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടതാണ്. മോർഗൻ എക്സ്പ്ലെയിൻ ദ ക്രോമോസോമൽ ബേസിസ് ഓഫ് റീകോമ്പിനേഷൻ ആൻഡ് ക്രോസിങ് ഓവർ ആൻഡ് ഹി ക്ലാരിഫൈഡ് ഓർ റീഡിഫൈൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഗമേറ്റിക് കപ്ലിംഗ് ഓർ ഗമേറ്റിക് റിപ്പൽഷൻ. ദീസ് ആർ ദ ടേംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബേറ്റ്സൺ ആൻഡ് പനറ്റ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. Also, we discussed about the types of linkages, complete, incomplete linkages, linkage group എന്താണെന്ന് നമ്മൾ പറഞ്ഞു. Linkage group എന്താ? Same as the number of homologous pair of chromosome present in a species. ഇപ്പോൾ in humans there are 23 homologous pair of chromosomes. അപ്പോൾ ഹ്യൂമൻസിൽ there are 23 linkage groups അല്ലേ. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ക്രോസിംഗ് ഓവർ എന്താണെന്ന് കണ്ടു. ക്രോസിംഗ് ഓവർ ഇസ് എ പ്രോസസ് that leads to recombination of genes. രണ്ട് ജീൻസ് വളരെ ക്ലോസ്ലി ലിങ്ക്ഡ് ആണെങ്കിൽ അവർ തമ്മിൽ ക്രോസിംഗ് ഓവറും റീകോമ്പിനേഷനൊക്കെ നടക്കാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ആൻഡ് വെൻ ദേ ഫോം എ പ്രോജനി ത്രൂ ഹൈബ്രിഡൈസേഷൻ ഓർ മേറ്റിംഗ്, ദ ലിങ്ക് ജീൻസ് റിമെയിൻ ആസ് സച്ച് ഇൻ ദ ഓസ്പ്രിങ്സ് ജീനോടൈപ്പ്. ദ പാരൻ്റൽ ജീൻസ് ഇസ് ഇൻഹെറിറ്റഡ് ആസ് സച്ച് ഇൻ ദ ഓസ്പ്രിങ് വിത്തൗട്ട് എനി റീകോമ്പിനേഷൻ. അപ്പോൾ ക്ലോസ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ജീൻസ് ഗമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത് ഗമേറ്റിലും അതുപോലെ തന്നെ ക്ലോസ്ലി ലിങ്ക്ഡ് ആയിട്ടിരിക്കും. ഒരു റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ പ്രോസസ്സ് ആ ജീൻസിൽ നടക്കുന്നില്ല. അപ്പോൾ അവരുടെ ഗമേറ്റ്സിലും ആ ജീനോടൈപ്സ് അങ്ങനെ തന്നെ ലിങ്ക് ചെയ്യും. അപ്പോൾ ആ ഗമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഫോം ചെയ്യുന്ന F1 ജനറേഷൻ ഓർ വാട്ട് എവർ ഓഫ് സ്പ്രിങ്സ് നെക്സ്റ്റ് ജനറേഷനകത്തും അതേ ജീനോടൈപ്പ് അങ്ങനെ തന്നെ വരും, അങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും, അതുപോലെ തന്നെ ലിങ്ക്ഡ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യപ്പെടും. And we have already discussed the mechanism of crossing over, what happens during gamete formation or meiotic division. Zygotine stage ഒരു pair of homologous chromosomes align together and form a synapses. The binding material we call it as synaptonemal complex. പാക്കറ്റിൻ സ്റ്റേജിൽ ക്രോസിംഗ് ഓവർ നടക്കുന്നു. ഡിപ്ലോട്ടിൻ ആകുമ്പോൾ സിനാപ്സിസ് ടെർമിനലൈസ് ചെയ്ത് ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആകി രണ്ട് പോൾസിലേക്ക് മൂവ് അപ്പാർട്ട്. ആഫ്റ്റർ ക്രോസിംഗ് ഓവർ നമുക്ക് റീകോമിനൻ്റ് ക്രൊമാറ്റിഡ്സും നോൺ റീകോമിനൻ്റ് ക്രൊമാറ്റിഡ്സും കാണാൻ സാധിക്കും. ക്രോസിംഗ് ഓവറിൽ പങ്കെടുക്കാത്ത ക്രൊമാറ്റിഡ്സിനാണ് നമ്മൾ നോൺ റീകോമിനൻ്റ് ക്രൊമാറ്റിഡ്സ് എന്ന് പറയുന്നത്. പങ്കെടുത്തതിന് നമ്മൾ റീകോമിനൻ്റ് ക്രൊമാറ്റിഡ്സ് എന്ന് വിളിക്കും. അടുത്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോസ് ഓവേഴ്സ് ആണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പ്രോസസ് ആൻഡ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഓൺ ദ DNA അറ്റ് വിച്ച് ക്രോസിംഗ് ഓവർ occurs, there are different types of ക്രോസ് ഓവേഴ്സ്. ആദ്യത്തേത് സിംഗിൾ ക്രോസ് ഓവർ ആണ്. ഇതിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൽ ക്രോസിംഗ് ഓവർ നടക്കുക. സിംഗിൾ ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ രണ്ട് ക്രൊമാറ്റിഡ്സ് ആണ് ക്രോസിംഗ് ഓവറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഈ ക്രൊമാറ്റിഡും ഈ ക്രൊമാറ്റിഡും. ആൻഡ് ക്രോസിംഗ് ഓവർ നടക്കുന്നത് ഒരു പോയിന്റിലാണ്. ഇതാണ് ആ പോയിന്റ്. ഈ പോയിന്റിൽ ഒരു സിംഗിൾ പോയിന്റിലാണ് ക്രോസ് ഓവർ നടക്കുക. അതാണ് സിംഗിൾ ക്രോസ് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഹോമോലോഗസ് ക്രോമസോംസ് ആണ് സിനാപ്സ് ഫോം ചെയ്ത് ക്രോസിംഗ് ഓവർ നടക്കുക. അപ്പോൾ ടോട്ടലി എത്ര സ്ട്രാൻഡ് ഉണ്ടായിരിക്കും? രണ്ട് ഹോമോലോഗസ് ക്രോമസോമിന് കൂടി 4 സ്ട്രാൻഡാണ്. ഇതിൽ ക്രോസ് ഓവറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ക്രൊമാറ്റിഡ് നമ്മൾ ക്രോസ് ഓവർ ക്രൊമാറ്റിഡ് എന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതിനെ നമ്മൾ നോൺ ക്രോസ് ഓവർ ക്രൊമാറ്റിഡ് എന്നും വിളിക്കും. ഇനി രണ്ടാമത് നോക്കാം. 2 സ്ട്രാൻഡ് ഡബിൾ ക്രോസ് ഓവർ ആണ്. അപ്പോൾ പേര് പോലെ തന്നെ 2 സ്ട്രാൻഡാണ് ഇതിൽ ക്രോസിംഗ് ഓവറിൽ നടക്കുക. ഡബിൾ ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ 2 പോയിന്റിൽ ക്രോസ് ഓവർ നടക്കും. അപ്പോൾ ഇതാണ് 2 സ്ട്രാൻഡ്സ്
ക്രോസ് ഓവറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 2 സ്ട്രാൻഡ്സ്. ഇതാണ് 2 പോയിൻറ്റ്സ്. ഈ 2 പോയിൻറ്റ്സിലാണ് ക്രോസിംഗ് ഓവർ നടക്കുക. 3 സ്ട്രാൻഡ് ഡബിൾ ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ 3 സ്ട്രാൻഡ് ക്രോസിംഗ് ഓവറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഡബിൾ ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ 2 പോയിൻറ്റ്സിലായിരിക്കും ക്രോസിംഗ് ഓവർ നടക്കുക. ഈ 3 സ്ട്രാൻഡ്സാണ് ക്രോസിംഗ് ഓവറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഇത്, മൂന്നാമത്തേത് ഇത്. 2 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ക്രോസിംഗ് ഓവർ നടക്കുന്ന പോയിൻ്റ്, ഇത് മറ്റൊരു പോയിൻ്റ്. അടുത്തത് 4 സ്ട്രാൻഡ് ഡബിൾ ക്രോസ് ഓവറാണ്. ഇതിൽ 4 സ്ട്രാൻഡും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആൻഡ് ക്രോസിംഗ് ഓവർ ഡബിൾ ക്രോസ് ഓവറാണ്. 2 പോയിൻറ്റ്സിലാണ് ക്രോസ് ഓവർ നടക്കുക. അടുത്തത് 2 സ്ട്രാൻഡ് മൾട്ടിപ്പിൾ ക്രോസ് ഓവറാണ്. ഈ 2 സ്ട്രാൻഡ്സാണ് ക്രോസിംഗ് ഓവറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അറ്റ് മൾട്ടിപ്പിൾ പോയിൻറ്റ്സ്. ഇതൊരു പോയിൻ്റ്, ഇത് മറ്റൊരു പോയിൻ്റ്, ഇതൊരു പോയിൻ്റ്. അങ്ങനെ 2 or more പോയിൻറ്റ്സിൽ ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ക്രോസ് ഓവർ എന്ന് പറയും. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോസ് ഓവേഴ്സ്. സിംഗിൾ ക്രോസ് ഓവർ, 2 സ്ട്രാൻഡ് ഡബിൾ ക്രോസ് ഓവർ, 3 സ്ട്രാൻഡ് ഡബിൾ ക്രോസ് ഓവർ, 4 സ്ട്രാൻഡ് ഡബിൾ ക്രോസ് ഓവർ, 2 സ്ട്രാൻഡ് മൾട്ടിപ്പിൾ ക്രോസ് ഓവർ. കമ്മിങ് ടു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രോസ് ഓവർ. ആദ്യത്തേത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലിങ്ക് ജീൻസ് ആണ്. ഇത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു. 2 ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അവർ തമ്മിലുള്ള ലിങ്കേജ് ഭയങ്കര കുറവായിരിക്കും. അവിടെ ക്രോസിംഗ് ഓവർ, കയാസ്മ ഫോർമേഷൻ, റീകോമ്പിനേഷൻ ഇതിൻ്റെയൊക്കെ ചാൻസസ് കൂടുതലായിരിക്കും. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ റീകോമ്പിനൻറ്റ് ജീനോടൈപ്സ് ഉള്ള ഗ്യാമേറ്റ്സ് ഫോം ചെയ്യാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ റീകോമ്പിനൻറ്റ് ജീനോടൈപ്സ് ഫോം ചെയ്യാനുള്ളതിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും. അത്തരത്തിലുള്ള ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്ത റീകോമ്പിനൻറ്റ് ജീനോടൈപ്സ് ഉള്ള ഓഫ്സ്പ്രിങ്സ് ഫോം ചെയ്യാനുള്ള ചാൻസസ് കൂടും അല്ലേ? നേരെ തിരിച്ചാണെങ്കിലോ, അതായത് 2 ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ലിങ്കേജ് ഭയങ്കര കൂടുതലായിരിക്കും. ഡിസ്റ്റൻസ് കുറയുമ്പോൾ 2 ജീൻസ് തമ്മിലുള്ള ലിങ്കേജ് കൂടും, ലിങ്കേജ് സ്ട്രോങ് ആവും. അപ്പോൾ ഗ്യാമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത് റീകോമ്പിനൻറ്റ് ജീനോടൈപ്പ് ഉള്ള ഗ്യാമേറ്റ്സ് ഫോം ചെയ്യാനുള്ള ചാൻസസ് കുറയും. അങ്ങനെയുള്ള ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് കിട്ടുന്ന ഓഫ്സ്പ്രിങ്സിൽ റീകോമ്പിനൻറ്റ് ജീനോടൈപ്പ് ഉള്ള ഓഫ്സ്പ്രിങ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. ഓഫ്സ്പ്രിങ്സിൽ കൂടുതലും പാരൻ്റൽ ജീനോടൈപ്പ് തന്നെ കാണിക്കും. രണ്ടാമത്തെ ഫാക്ടറാണ് സെക്സ്. എക്സാമ്പിളിന് വേറെ എവിടെയും പോകണ്ട, മോർഗൻ്റെ എക്സ്പെരിമെൻറ്റ്സ് 2 ഓർത്താൽ മതി. F1 ജനറേഷനിലെ മെയിൽ ക്യാപിറ്റൽ G, സ്മോൾ g, ക്യാപിറ്റൽ L, സ്മോൾ എല്ലിനെ നമ്മൾ ഡബിൾ റെസസീവ് പാരൻ്റ് ആയിട്ടുള്ള സ്മോൾ g, സ്മോൾ എൽ അങ്ങനെ ക്രോസ് ചെയ്ത് ടെസ്റ്റ് ക്രോസ് ഓർക്കുന്നില്ലേ? അതിൽ നമുക്ക് കിട്ടിയ റേഷ്യോ, അതായത് F1 മെയിലിനെ നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ റേഷ്യോ 1:1:1:1 ആണ്. F2-ൽ ഇവിടെ മെയിൽ പാരൻറ്റിൽ റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ നടന്നിട്ടില്ല. പാരൻറ്റ് മെയിലായപ്പോൾ, F1 ജനറേഷനിലെ പാരൻറ്റ് മെയിലായപ്പോൾ ഇവിടെ ക്രോസിംഗ് ഓവർ ഈസ് കംപ്ലീറ്റ്ലി സപ്രസ്ഡ് ഇൻ മെയിൽ ഡ്രോസോഫില. വെറാസ് ഇൻ ഫീമെയിൽ, അതായത് മോർഗൻ F1 ജനറേഷനിൽ ഉള്ള ഫീമെയിലിനെ യൂസ് ചെയ്തപ്പോൾ, ടെസ്റ്റ് ക്രോസിന് വേണ്ടി യൂസ് ചെയ്തപ്പോൾ F1 ഫീമെയിൽ ക്യാപിറ്റൽ G, സ്മോൾ g, ക്യാപിറ്റൽ L, സ്മോൾ എല്ലിനെ ഡബിൾ റെസസീവ് പാരൻറ്റുമായിട്ട് ടെസ്റ്റ് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ റേഷ്യോ 7:1:1:7 ആണ്. അതായത് ഇവിടെ ക്രോസിംഗ് ഓവർ, റീകോമ്പിനേഷൻ ഇതെല്ലാം നടന്നിട്ടുണ്ടെന്നാണ്. ക്രോസിംഗ് ഓവർ ഇസ് കംപ്ലീറ്റ്ലി സപ്രസ്ഡ് ഇൻ മെയിൽ ഡ്രോസോഫില എന്ന് പറയുന്ന സെക്സ് എന്ന് പറയുന്ന ഫാക്ടർ ക്രോസിംഗ് ഓവറിനെ അഫക്റ്റ് ചെയ്യും. തേർഡ് പോയിൻ്റ് ഏജ് ആണ്. ഏജ് ക്രോസിംഗ് ഓവറിലൊരു ഫാക്ടർ ആണെന്നുള്ളത് ആദ്യമേ കണ്ടെത്തിയത് ബേറ്റ്സനാണ് ഫ്രം ഡ്രോസോഫില ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ഡ്രോസോഫിലാസ് വെച്ചിട്ടുള്ള മേറ്റിംഗ് അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സിൽ ഓഫ്സ്പ്രിങ്സിൽ റീകോമ്പിനൻറ്റ് ജീനോടൈപ്സ് വളരെ കുറവായിരിക്കും അദ്ദേഹം കണ്ടത്. അതുകൊണ്ടാണ് ഏജ് ഒരു ഫാക്ടറാണ്. ക്രോസിംഗ് ഓവർ ഏജ് കൂടുന്നതനുസരിച്ച് ക്രോസിംഗ് ഓവർ ഫ്രീക്വൻസി, റീകോമ്പിനേഷൻ്റെ ഫ്രീക്വൻസി കുറയുമെന്ന് ബേറ്റ്സൺ കണ്ടെത്തിയത്. അടുത്തത് മ്യൂട്ടേഷൻ, ക്രോമസോം അബ്രേഷൻസ്, ടെമ്പറേച്ചർ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ ക്രോസിംഗ് ഓവറിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എക്സ്റേസ് അതുപോലുള്ള റേഡിയേഷൻസിൻ്റെ പ്രസൻസിൽ ക്രോസിംഗ് ഓവറിൻ്റെ ഫ്രീക്വൻസി കൂടുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻട്രോമിയർ എഫക്റ്റ് ആണ്. ഇതിനു വേണ്ടി നമുക്കൊരു മെറ്റാഫേസ് ക്രോമസോമിൻ്റെ സ്ട്രക്ചർ സങ്കല്പിച്ച് നോക്കാം. അപ്പോൾ അതൊരു മെറ്റാഫേസ് ക്രോമസോമാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതതിൻ്റെ സെൻട്രോമിയർ ആണ്. ഇതിൽ ഞാൻ 3 ജീൻസ് മാർക്ക് ചെയ്യാൻ പോവാണ്, A, B, C. ഇതിനകത്ത് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ് കമ്പയർഡ് ടു A and C. അപ്പോൾ നമ്മുടെ തിയറി അനുസരിച്ച് എങ്ങനെയാണ്, എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ലിങ്കേജ് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും.
അപ്പോൾ അവിടെ ക്രോസിംഗ് ഓവർ നടക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ ക്രോസിംഗ് ഓവർ അതിൻ്റെ ഫ്രീക്വൻസി ക്രോസിംഗ് ഓവർ നടക്കാനുള്ള സാധ്യതകൾ ചാൻസ് വളരെ കൂടേണ്ടതാണ്. പക്ഷേ എയും ബിയും സെൻട്രോമിയറിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അവർ തമ്മിൽ ക്രോസിംഗ് ഓവർ നടക്കുന്നില്ല. അപ്പോൾ സെൻട്രോമിയർ എഫക്റ്റ് എന്ന് പറഞ്ഞ ഇതാണ്. സെൻട്രോമിയറിൻ്റെ അടുത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സെൻട്രോമിയറിൻ്റെ സമീപത്ത് കാണുന്ന ജീനുകൾ ക്രോസിംഗ് ഓവറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഇതുപോലെ തന്നെ ടീലോമിയർ എന്ന് പറഞ്ഞാൽ ക്രോമസോമിൻ്റെ ടെയിൽ ലെൻസ് ആണ് അല്ലേ. അവിടെയുള്ള ജീൻസും ഈവൻ ദോ ഇഫ് 2 ജീൻസ് ആർ ഫാർ അപ്പാർട്ട്, ആ ജീൻസ് ടീലോമിയറിൽ അല്ലെങ്കിൽ സെൻട്രോമിയർ റീജിയനിലാണെങ്കിൽ ക്രോസിംഗ് ഓവർ നടക്കാനുള്ള ചാൻസസ് കുറവാണ്. ഇതിനാണ് നമ്മൾ സെൻട്രോമിയർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രോസിംഗ് ഓവർ ഫ്രീക്വൻസി. അപ്പോൾ ഇനി നമുക്കറിയാം ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ഇൻ ഓൾ ലൈഫ് ഫോംസ് ഫ്രം വൈറസ് ടു ഹ്യൂമൻ ബീങ്സ്. പക്ഷെ എന്തിനാണ് ഈ ക്രോസിംഗ് ഓവർ നാച്ചുറലി നടക്കുന്നത്? വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്? ആദ്യത്തേത് ഇറ്റ്സ് എ ഫോർമേഷൻ ഓഫ് ന്യൂ ജീൻ കോമ്പിനേഷൻസ്. ക്രോസിംഗ് ഓവർ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂ ജീൻ കോമ്പിനേഷൻസ്. ഒരു ജനറ്റിക് പൂളിലെ ഏതെങ്കിലും ഒരു ജീൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ ഇത് കാരണമാകുന്നുണ്ട്, ഈ ക്രോസിംഗ് ഓവർ റീകോമ്പിനേഷന്. ഇപ്പോൾ ഒരു പുതിയ റീകോമ്പിനൻ്റ് ജിനോടൈപ്പ് അൾട്ടിമേറ്റ്ലി എന്തിന് കാരണമാവും? എവല്യൂഷന് കാരണമാകുന്നു അല്ലേ. അടുത്തതായി ക്രോസ് ഓവർ ഫ്രീക്വൻസി കണ്ടെത്തുന്നതിലൂടെ നമുക്ക് ക്രോമസോം മാപ്പിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു സെഷനിൽ പറയുന്നതാണ്. അവസാനമായിട്ട് ലിങ്കേജ്, ക്രോസിംഗ് ഓവർ, റീകോമ്പിനേഷൻ ഇതിനു വേണ്ടി ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നടത്തിയ എക്സ്പെരിമെൻറ്റ്സ് ആണ് അൾട്ടിമേറ്റ്ലി ഒരു ക്രോമസോമിൽ അതിലെ ജീനുകൾ ലീനിയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനുള്ള കൺക്ലൂഷൻ, അങ്ങനെയുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനുള്ള സോളിഡ് എവിഡൻസ് നമുക്ക് നൽകിയത്. അടുത്തത് ലിങ്കേജ് മാപ്പ് ആൻഡ് ക്രോമസോം മാപ്പാണ്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. What is a linkage map or a chromosome map? A linkage map or a chromosome map is a diagrammatic representation of relative positions and distances between linked genes of a chromosome. ഒരു ക്രോമസോമിനെ നമ്മളൊരു ലൈനായി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലൈനിൽ ഓരോ പോയിൻറ്റുകളായിട്ട് ജീനുകളെ മാർക്ക് ചെയ്യുന്നു. ഒരു പോയിൻറ്റിൽ നിന്ന് മറ്റൊരു പോയിൻറ്റിലേക്കുള്ള ദൂരം, അഥവാ ഒരു ജീനിൽ നിന്ന് മറ്റൊരു ജീനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ആ ജീനുകൾ തമ്മിലുള്ള ക്രോസിംഗ് ഓവർ എത്രമാത്രം നടക്കുമെന്നനുസരിച്ചിരിക്കും. ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് വഴി 2 ജീനുകളുടെ ക്രോസ് ഓവർ ഫ്രീക്വൻസി കണ്ടെത്തുന്നു. 2 ജീനുകൾ തമ്മിലുള്ള ക്രോസ് ഓവർ ഫ്രീക്വൻസി കുറവാണെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കുമെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ക്രോസ് ഓവർ ഫ്രീക്വൻസി വെച്ച് നമുക്ക് ക്രോമസോമിൽ ഏത് ഓർഡറിലായിരിക്കും ആ ജീനുകളുള്ളതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനെന്തെല്ലാം അറിഞ്ഞിരിക്കണം? സോ ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് എ ലിങ്കേജ് മാപ്പ്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ക്രോമസോം ആസ് എ സ്ട്രെയിറ്റ് ലൈൻ പ്രൊപ്പോർഷണൽ ടു ദെയർ ലെങ്ത്, ഓൺലി 1 ഹോമലോഗ് ഇൻ എ പെയർ ഈസ് റെപ്രസെൻറ്റഡ്. അതായത് ക്രോമസോമിന് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മൾ വരയ്ക്കുക ചെയ്യുക. ആദ്യത്തെ സ്റ്റെപ്പ്. ക്രോമസോംസ് പെയറായിട്ടാണ് കാണുക. ഹോമലോഗസ് പെയർ ഓഫ് ക്രോമസോംസ് ആണ്. 2 ക്രോമസോംസ് ഉണ്ട് ഒരു പെയറിൽ. പക്ഷേ ആ പെയറിൽ ഒരു ക്രോമസോം മാത്രമേ നമ്മൾ ഈ മാപ്പിങ്ങിന് വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുന്നുള്ളൂ. ഒരെണ്ണം മാത്രമേ വരയ്ക്കുള്ളൂ. രണ്ടാമത്തെ പോയിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് ഇൻ ദ സ്പീഷീസ് ആണ്. മൊത്തം നമ്മൾ ഏത് സ്പീഷീസിലാണോ സ്റ്റഡി നടത്തുന്നത്, ഏത് സ്പീഷീസിൻ്റെയാണോ ക്രോമസോം മാപ്പിംഗ് നടത്തുന്നത്, അതിലെത്ര ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് ആണ്. നമ്മൾ പഠിച്ച ബെയ്റ്റ്സണും പെന്നറ്റ്, മെൻഡലും മോർഗനൊക്കെ ചെയ്ത പോലെ റിപ്പീറ്റഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് നടത്തും. ആ എക്സ്പെരിമെൻറ്റ്സിൽ നിന്ന് ഇപ്പോൾ F2 ജനറേഷനൊക്കെ എടുക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും ഇതിലെ ലിങ്ക്ഡ് ജീൻസ് ഏതൊക്കെയാണ്, ഇതിലെ പ്രധാനപ്പെട്ട ലിങ്കേജ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാവും. അതായത് ഈ ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുമ്പോൾ ഏതെല്ലാം ജീൻസാണ് ക്രോസിംഗ് ഓവറിൽ റീകോമ്പിനേഷനിലൊന്നും പങ്കെടുക്കാതെ അതേപടി ഓസ്പ്രിങ്ങിൽ ഇൻഹെറിറ്റ് ആയത്, അതൊക്കെ ലിങ്ക്ഡ് ജീൻസാണ് അല്ലേ. ഏതൊക്കെ ജീൻസിലാണോ ക്രോസിംഗ് ഓവർ നടന്നിട്ടുള്ളത് അവരിൽ എത്രമാത്രം ക്രോസിംഗ് ഓവർ നടന്നിട്ടുള്ളതെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മളതിന് പെർസെൻറ്റേജ് ഓഫ് റീകോമ്പിനൻസ് എന്നോ ഫ്രീക്വൻസി ഓഫ് ക്രോസിംഗ് ഓവർ എന്നൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫോർമുല ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് നടത്തി ലിങ്ക്ഡ് ജീൻസ് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്തു, എത്രമാത്രം ക്രോസിംഗ് ഓവർ നടന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് ഓഫ് റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ക്രോസിംഗ് ഓവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആറാമത്തെ സ്റ്റെപ്പ് ആണ് ഡിറ്റർമൈൻ ദ റിലേറ്റീവ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈച്ച് ലിങ്ക്ഡ് ജീൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇപ്പം ക്രോസിംഗ് ഓവർ ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ക്രോസിംഗ് ഓവർ ഫ്രീക്വൻസി കൂടുതലുള്ള ജീൻസ് ആണെങ്കിൽ അവർ ക്ലോസ്ലി ലിങ്ക്ഡ് അല്ല. ക്രോമസോമിൽ അവർ അകലെ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ ദ ക്രോമസോം ദേ ആർ പ്ലേസ്ഡ് ഫാർ അപ്പാർട്ട് അല്ലേ, ഓർ ദേ ആർ ലൊക്കേറ്റഡ് ഫാർ അപ്പാർട്ട്. ക്രോസിംഗ് ഓവർ ഫ്രീക്വൻസി കുറവാണ് രണ്ട് ജീൻസ് തമ്മിൽ, എ ബി എന്ന് പറയുന്ന രണ്ട് ജീൻസ് തമ്മിലുള്ള ക്രോസിംഗ് ഓവർ ഫ്രീക്വൻസി കുറവാണെങ്കിൽ ഈ ജീൻസ് എങ്ങനെയായിരിക്കും, ഇവർ ക്ലോസ്ലി ലിങ്ക്ഡ് ജീൻസ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ അവർ തമ്മിൽ ക്രോസിംഗ് ഓവർ നടക്കാതെ റീകോമ്പിനൻസ് ഫോം ചെയ്യാത്തത്. നമുക്ക് ഈ പെർസെൻറ്റേജ് ഓഫ് റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രോസ് ഓവർ ഫ്രീക്വൻസി വളരെ ലോ ആയിട്ട് നമുക്ക് കിട്ടാനുള്ള കാരണം ഹൈബ്രിഡൈസേഷൻ എക്സ്പീരിയൻസ് നടത്തിയപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ജീൻസ് എങ്ങനെയായിരിക്കും, ക്ലോസ്ലി ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്രോമസോം മാപ്പിൽ ഇവരെങ്ങനെയായിരിക്കും, ദേ ആർ ക്ലോസ്ലി ലൊക്കേറ്റഡ്. ഇനി 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ. ആ ക്രോസ് ഓവർ ഫ്രീക്വൻസി വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇക്വലൻറ്റ് ടു 1 മാപ്പ് യൂണിറ്റ് അല്ലെങ്കിൽ 1 മോർഗൻ യൂണിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതാണ് ലിങ്കേജ് മാപ്പിൽ നമ്മൾ ലീനിയറായിട്ട് ഒരു ലൈനായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്രോമസോമിൽ ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മാപ്പ് യൂണിറ്റ് അല്ലെങ്കിൽ മോർഗൻ യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മെഷറിങ് സ്കെയിൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന സ്കെയിൽ എടുത്താൽ അതിൻ്റെ പോയിൻറ്റ്സ് തമ്മിലുള്ള യൂണിറ്റ് നമ്മൾ 1 സെൻറ്റിമീറ്റർ എന്നെല്ലാം വിളിക്കും അല്ലേ. അതുപോലെ നമ്മൾ ലീനിയർ ആയിട്ടുള്ള ക്രോമസോം മാപ്പ് എടുത്താൽ അതിൽ 2 ജീൻസ് തമ്മിലുള്ള ദൂരത്തിന് നമ്മൾ മോർഗൻ യൂണിറ്റ് അല്ലെങ്കിൽ മാപ്പ് യൂണിറ്റിലാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയും ഈ ക്രോമസോം മാപ്പിൽ എയും ബിയും തമ്മിൽ 5 മോർഗൻ യൂണിറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയും ബിയും സിയും തമ്മിൽ 10 മോർഗൻ യൂണിറ്റ്സ്, ബിയും സിയും 10 മോർഗൻസ് യൂണിറ്റ് അകലെയാണ്. അങ്ങനെ നമ്മൾ പറയും. അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഈ ക്രോസ് ഓവർ ഫ്രീക്വൻസി നമ്മൾ കണ്ടെത്തി. ആ ക്രോസ് ഓവർ ഫ്രീക്വൻസിയിൽ നിന്ന് ജീൻസ് നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഓരോ ജീൻസ് നമ്മൾ റിലേറ്റീവ് ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം എയും ബിയും തമ്മിലുള്ള ഒരു ക്രോസ് ഓവർ വാല്യൂ ഉണ്ടായിരിക്കും, എയും സിയും തമ്മിലുള്ളൊരു ക്രോസ് ഓവർ ഫ്രീക്വൻസി വാല്യൂ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് ഈ എയുടെയും ബിയുടെയും സിയുടെയും ഒക്കെ റിലേറ്റീവ് ഡിസ്റ്റൻസ് വെച്ചിട്ട് റിലേറ്റീവ് പൊസിഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും ഈ ലീനിയർ ക്രോമസോം മാപ്പിൽ. ക്രോസ് ഓവർ വാല്യൂ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ക്രോസിംഗ് ഓവർ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് COV എന്നാണ്. അപ്പോൾ ഇത് കണ്ടെത്താൻ ഒരു ഇക്വേഷനുണ്ട്, ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഒരു ഫോർമുല ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ക്രോസ് ഓവർ വാല്യൂ ഇസ് എ പെർസെൻറ്റേജ് ഓഫ് റീകോമ്പിനൻസ് ഇൻ ദ പ്രോജനി ഓഫ് എ ഗിവൺ ക്രോസ് ഓവർ വാല്യൂന് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ക്രോസിംഗ് ഓവർ എന്നും പറയും, പെർസെൻറ്റേജ് ഓഫ് റീകോമ്പിനൻസ് ഇൻ ദ പ്രോജനി, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിന് COV നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ COV ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റീകോമ്പിനൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ഇൻറ്റു 100. ഇവിടെ കാണിച്ചിരിക്കുന്ന മോർഗൻ്റെ ഈ എക്സ്പെരിമെൻ്റ് നോക്കിക്കേ. അപ്പോൾ ഇതെല്ലാം ഓഫ്സ്പ്രിങ്സ് ആണ്, F2 ജനറേഷനിലുള്ള ഓഫ്സ്പ്രിങ്സ് ആണിത്. ഓക്കെ, ഇത് ക്യാപിറ്റൽ G ക്യാപിറ്റൽ L ഇതൊരു പാരൻ്റൽ ജീനോടൈപ്പാണ്. സ്മോൾ g സ്മോൾ l ഇത് പാരൻ്റൽ ജീനോടൈപ്പാണ്. ലിങ്ക്ഡ് ജീൻസ് ആണ് പാരൻസിൽ നിന്ന്, അതുപോലെ തന്നെ വന്നിരിക്കുന്ന പാരൻ്റൽ ജീനോടൈപ്പാണിത്. ഏതാണ് റീകോമ്പിനൻ്റ് ജീനോടൈപ്പ്? അതായത് റീകോമ്പിനേഷൻ, ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റും റീകോമ്പിനേഷൻ ക്രോസിംഗ് ഓവർ നടന്നു വന്നിരിക്കുന്ന ഏതൊക്കെയാണ്? ക്യാപിറ്റൽ G സ്മോൾ l പിന്നെ സ്മോൾ g ക്യാപിറ്റൽ L, ഇതൊക്കെയാണ് റീകോമ്പിനൻ്റ് ജീനോടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഓഫ്സ്പ്രിങ്സിൽ ഈ ക്യാപിറ്റൽ G സ്മോൾ l സ്മോൾ g ക്യാപിറ്റൽ L ഇങ്ങനത്തെ ഈ റീകോമ്പിനൻ്റ് ജീനോടൈപ്സ് വരുന്ന എത്ര ഓഫ്സ്പ്രിങ്സ് ഉണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കുക. അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ഇൻറ്റു 100 അതായിരിക്കും ക്രോസ് ഓവർ വാല്യൂ. ഏതിൻ്റെ ക്രോസ് ഓവർ വാല്യൂ? ഈ GL എന്ന് പറയുന്ന 2 ജീൻസ് തമ്മിലുള്ള ക്രോസ് ഓവർ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങളൊരു എക്സാമ്പിൾ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. 2 ജീൻസ് AB എന്ന് പറയുന്ന 2 ജീൻസ്, ഇത് നമ്മൾ ക്രോമസോമിൽ മാപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ മോർഗൻ ചെയ്ത അതേ എക്സ്പെരിമെൻ്റ് തന്നെ. അവിടെ GL എന്ന് പറയുന്ന 2 ജീൻസ് ആയിരുന്നു, ഇവിടെ AB എന്ന് പറയുന്ന 2 ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതെവിടെയാണ് ക്രോമസോമിൽ ലൊക്കേറ്റ് ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ മോർഗൻ ചെയ്ത എക്സ്പെരിമെൻ്റ് പോലെ തന്നെ ഇവിടെ ജീനിൻ്റെ പേരിന് മാത്രമേ വ്യത്യാസമുള്ളൂ. എയും ബിയും ആണ് നമ്മൾ ഡിസ്റ്റൻസ് കാണാൻ ഉദ്ദേശിക്കുന്ന ജീൻസ്. അപ്പോൾ ആ 2 ജീൻസ് വരുന്ന ഒരു ഹെട്രോസൈഗസ് ഡൈഹൈബ്രിഡിനെ നമ്മളെടുത്തു. ക്യാപിറ്റൽ A സ്മോൾ a ക്യാപിറ്റൽ B സ്മോൾ b. അത് നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്യാണ് ഡബിൾ റെസസീവ് ആയിട്ടുള്ള ഒരു പാരൻറ്റുമായിട്ട്. സ്മോൾ a സ്മോൾ b പാരൻറ്റുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കുറേ ഓഫ്സ്പ്രിങ്സ് കിട്ടി. അതിൻ്റെ ഫീനോടൈപ്സ് ഒക്കെ നമ്മൾ കൗണ്ട് ചെയ്യുക. പിന്നെ അത് പാരൻ്റൽ ജീനോടൈപ്പ് വരുന്ന, അതായത് ക്യാപിറ്റൽ A ക്യാപിറ്റൽ B വരുന്നത് 350 ആണ്.
സ്മോൾ ബി വരുന്നത് 330 ആണ്. നമ്പേഴ്സ് നമ്മൾ എണ്ണി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി ക്യാപിറ്റൽ എ സ്മോൾ ബി അത് റീകോമ്പിനൻ്റ് അല്ലേ? ക്യാപിറ്റൽ എ സ്മോൾ ബി എന്ന് പറയുന്നത് അത് 80 ആണ്. സ്മോൾ എ ക്യാപിറ്റൽ ബി അത് മറ്റൊരു റീകോമ്പിനൻ്റ് ജീനോടൈപ്പാണ്. അത് വരുന്ന 70 ഓഫ്സ്പ്രിങ്സ് ഉണ്ട്. ഇനി ക്രോസ് ഓവർ വാല്യൂ എടുത്തേ. ക്രോസ് ഓവർ വാല്യൂയുടെ ഇക്വേഷൻ നമുക്കറിയാം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റീകോമ്പിനൻസ്. ഇതിൽ റീകോമ്പിനൻസ് ഏതൊക്കെയാണ് വരുന്നത്? ക്യാപിറ്റൽ എ സ്മോൾ ബി, സ്മോൾ എ ക്യാപിറ്റൽ ബി, 80 + 70 അതാണ് ടോട്ടൽ നമ്പർ ഓഫ് റീകോമ്പിനൻസ്. 80 + 70 എന്ന് പറയുന്നത് 150 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് എത്രയാണ്? അത് ഈ പേരൻറ്റിലും റീകോമ്പിനൻറ്റും എല്ലാം ചേർന്നിട്ടുള്ള എത്രയാണ്? അതായത് 350 + 330 + 80 + 70 എത്രയാണ് ടോട്ടൽ? 830. അപ്പോൾ 150/830 150 ഡിവൈഡഡ് ബൈ 830 × 100 അങ്ങനെയാണ് ഇക്വേഷൻ വരിക. അപ്പോൾ ക്രോസ് ഓവർ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും 150/830 × 100 എന്ന് പറഞ്ഞാൽ 18.07% എന്ന് കിട്ടും. അതാണ് ക്രോസ് ഓവർ വാല്യൂ. ക്രോസ് ഓവർ ഫ്രീക്വൻസി ഈസ് ഈക്വലൻറ്റ് ടു അത്ര തന്നെ മോർഗൻ യൂണിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 18.07% ആണ് ക്രോസ് ഓവർ ഫ്രീക്വൻസി കിട്ടുന്നതെങ്കിൽ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ 18.1 സെൻറ്റിമോർഗൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ആ ക്രോസ് ഓവർ വാല്യൂ എത്രയാണോ അത്ര തന്നെ ഇക്വലൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് നമ്മൾ കൊടുക്കുന്നത്. 18.07 വാസ് ക്രോസ് ഓവർ വാല്യൂ ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ എയും ബിയും തമ്മിലുള്ള ക്രോമസോം മാപ്പിലുള്ള ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 18.1 സെൻറ്റിമോർഗൻ. ആൻഡ് വി സേ the genes A and B are approximately 18.1 centimorgans apart. ഇനി നമ്മളൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്രോമസോം മാപ്പ് അല്ലെങ്കിൽ ലിങ്കേജ് മാപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലാവും. ജീൻസ് എക്സ് വൈ ആൻഡ് സെഡ് ബിലോങ് ടു ദ സെയിം ലിങ്കേജ് ഗ്രൂപ്പ്. അതായത് നമ്മളൊരു ക്രോമസോം വരയ്ക്കുകയാണെങ്കിൽ എക്സും വൈയും ഇസഡും അതേ ക്രോമസോമിലുള്ള 3 ജീനുകളാണ്. നമ്മൾ റിപ്പീറ്റഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് നടത്തുകയാണ്. ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സ് ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്യാപിറ്റൽ ഇസഡ് സ്മോൾ ഇസഡ് ക്രോസ്ഡ് വിത്ത് സ്മോൾ എക്സ് സ്മോൾ എക്സ് സ്മോൾ വൈ സ്മോൾ ഇസഡ് അങ്ങനെ ക്രോസ് ഒക്കെ നടത്തി റിപ്പീറ്റഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ട് ഈ എക്സും വൈയും തമ്മിൽ എക്സും ഇസഡും തമ്മിൽ വൈയും ഇസഡും തമ്മിലൊക്കെയുള്ള ക്രോസ് ഓവർ ഫ്രീക്വൻസീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ എത്ര ഓഫ്സ്പ്രിങ്സിനകത്ത് എത്ര റീകോമ്പിനൻ്റ് ടൈപ്പ് ഉണ്ട്, എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ഉണ്ട്, അതിനകത്തൊക്കെ നമുക്ക് ഓരോ ജീനുകൾ തമ്മിലുള്ള ക്രോസ് ഓവർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്രോസ് ഓവർ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. എക്സും വൈയും തമ്മിലുള്ള ക്രോസ് ഓവർ വാല്യൂ 5% ആണ്. അതായത് എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 മോർഗൻ യൂണിറ്റ്സ് അല്ലെങ്കിൽ 5 മാപ്പ് യൂണിറ്റ് അല്ലെങ്കിൽ 5 സെൻറ്റിമോർഗൻസ് ആണ് ഈ ക്രോമസോം മാപ്പിൽ. അപ്പോൾ ഞാനിവിടെ വരയ്ക്കാൻ പോവാണ്. ഇത് എക്സ്, ഇത് വൈ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 സെൻറ്റിമോർഗൻ, 5 മോർഗൻ യൂണിറ്റ്സ്. 5 യൂണിറ്റ്സ് എന്ന് ഞാൻ എളുപ്പത്തിന് പറയാം. 5 യൂണിറ്റ്സ് ആണ് എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി എക്സും ഇസഡും തമ്മിലുള്ള ക്രോസ് ഓവർ വാല്യൂ കിട്ടിയിട്ടുണ്ട് 3.5% അല്ലെങ്കിൽ 3.5 മോർഗൻ യൂണിറ്റ് ആണ്. അപ്പോൾ എക്സും വൈയും തമ്മിൽ 5 ആണ്, എക്സും സെഡും തമ്മിൽ 3.5 എന്ന് പറയുമ്പോൾ ഈ എക്സിൻ്റെ ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ 3.5 യൂണിറ്റ്സ് ആകാം, അല്ലെങ്കിൽ എക്സിൻ്റെ ഈ ഇപ്പോഴത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ 3.5 യൂണിറ്റ്സ് ആകാം. അപ്പോൾ ഈ ഇസഡിൻ്റെ പൊസിഷൻ ഇവിടെയും ആകാം ഇവിടെയും ആകാം. സപ്പോസ് ഈ ഇസഡിൻ്റെ പൊസിഷൻ ഈ റൈറ്റ് സൈഡിലാണെങ്കിൽ ഇസഡും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ടോട്ടൽ 5 മൈനസ് എക്സും ഇസഡും തമ്മിലുള്ള 3.5, അതായത് 5 മൈനസ് 3.5 1.5 ആയിരിക്കും ഇസഡിൻ്റെ പൊസിഷൻ ഇവിടെയാണെങ്കിൽ. നേരെ തിരിച്ച് ഇസഡിൻ്റെ പൊസിഷൻ ഈ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? വൈ ഇസഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ടോട്ടൽ 5 പ്ലസ് ഈ 3.5, അതായത് 8.5 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ക്രോസ് ഓവർ ഫ്രീക്വൻസി റിപ്പീറ്റഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പീരിയൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ക്രോസ് ഓവർ ഫ്രീക്വൻസി ബിറ്റ്വീൻ വൈ ആൻഡ് ഇസഡ് 1.5% നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇസഡിൻ്റെ പൊസിഷൻ കൺഫേം ചെയ്യാം. ഇവിടെയല്ല ഇവിടെയാണെന്ന്. 1.5 ആണെങ്കിൽ ഇസഡിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് ക്രോസ് ഓവർ ഫ്രീക്വൻസി വെച്ചിട്ട് ജീനുകൾ തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ക്രോമസോം മാപ്പിനകത്ത് ജീനുകൾ മാപ്പ് ചെയ്യുന്നത്. ക്രോമസോം ലീനിയർ ആയിട്ടുള്ളൊരു ക്രോമസോമിൽ ജീനുകളുടെ പൊസിഷൻ നമ്മൾ മാപ്പ് ചെയ്യുന്നത്.
അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള 2 കോൺസെപ്റ്റ്സാണ് 2 പോയിൻറ്റ് ടെസ്റ്റ് ക്രോസും 3 പോയിൻറ്റ് ടെസ്റ്റ് ക്രോസും. ആ പേരിൽ തന്നെയുണ്ട് 2 പോയിൻറ്റ് ടെസ്റ്റ് ക്രോസ്, 2 പോയിൻറ്റിൻ്റെ ടെസ്റ്റ് ക്രോസ്, 3 പോയിൻറ്റ് ടെസ്റ്റ് ക്രോസ്, 3 പോയിൻറ്റ്സിൻ്റെ ടെസ്റ്റ് ക്രോസ്. അപ്പോൾ ആദ്യം നമുക്ക് 2 പോയിൻറ്റ് ടെസ്റ്റ് ക്രോസ് എന്താണെന്ന് നോക്കാം. 2 പോയിൻറ്റ് ടെസ്റ്റ് ക്രോസ് ഈസ് ദ ടെസ്റ്റ് ക്രോസ് ഇൻ വിച്ച് an F1 dihybrid is crossed with a double recessive parent to calculate the percentage of crossing over between 2 linked genes. മോർഗൻ്റെ എക്സ്പെരിമെൻ്റ് തന്നെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഈ മോർഗൻ്റെ എക്സ്പെരിമെൻറ്റിൽ 2 ജീനുകൾ, ബോഡി കളർ നിർണ്ണയിക്കുന്ന ജി ജീനും വിങ്സിൻ്റെ ലെങ്ത്ത് ഡിറ്റർമൈൻ ചെയ്യുന്ന എൽ ജീനും, ഇങ്ങനെ രണ്ട് ലിങ്ക്ഡ് ജീൻസാണുള്ളത്. ഇതിൽ F1 ഡൈഹൈബ്രിഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ജി, സ്മോൾ ജി, ക്യാപിറ്റൽ എൽ, സ്മോൾ എൽ, ഇതാണ് F1 ഡൈഹൈബ്രിഡ് അല്ലെ ഡൈഹൈബ്രിഡ്. അതിൽ ഡബിൾ റെസസീവ് പാരൻറ്റ് സ്മോൾ ജി, സ്മോൾ എൽ ആയിട്ട് ക്രോസ് ചെയ്തിരിക്കുന്നു, ടെസ്റ്റ് ക്രോസ് ചെയ്തിരിക്കുന്നു. എന്നാൽ ടെസ്റ്റ് ക്രോസ് ചെയ്തിരിക്കുന്നത് ടു കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലിങ്ക്ഡ് ജീൻസ്. ലിങ്ക്ഡ് ജീൻസ് അതൊക്കെയതിനകത്ത് ജി ആൻഡ് എൽ. അടുത്തത് 3 പോയിൻറ്റ് ടെസ്റ്റ് ക്രോസ് ആണ്. ഇപ്പോൾ 2 പോയിൻറ്റ് ടെസ്റ്റ് ക്രോസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ നമുക്ക് 3 പോയിൻറ്റ് എന്താണെന്ന് ഊഹിക്കാം. 2 പോയിൻറ്റിൽ നമ്മൾ 2 ലിങ്ക്ഡ് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, 2 ലിങ്ക്ഡ് ജീൻസ് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡൈഹൈബ്രിഡിനെ ടെസ്റ്റ് ക്രോസ് ചെയ്തു. F1 ഡൈഹൈബ്രിഡിനെ ടെസ്റ്റ് ക്രോസ് ചെയ്തു. ഇവിടെ എന്തായിരിക്കും, 3 ലിങ്ക്ഡ് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 3 ലിങ്ക്ഡ് ജീൻസിനെ ക്രോമസോമിനെ നമുക്ക് മാപ്പ് ചെയ്യണം. അപ്പോൾ ആ 3 ലിങ്ക്ഡ് ജീൻസ് വരുന്ന ഒരു F1 ട്രൈ ഹൈബ്രിഡിനെ എടുത്തിട്ട് നമ്മൾ ഓൾ റെസസീവ് ആയിട്ടുള്ള പാരൻറ്റുമായിട്ട് ടെസ്റ്റ് ക്രോസ് ചെയ്യുവാണ്. 2 പോയിൻറ്റ് പോലെ തന്നെ ഇവിടെ ലിങ്ക്ഡ് ജീൻസിൻ്റെ എണ്ണം 2ൽ നിന്ന് 3 ആയിട്ടുണ്ടെന്നുള്ളൂ. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ട്. ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി, ക്യാപിറ്റൽ സി, സ്മോൾ സി. ഇപ്പോൾ 3 ജീൻസാണുള്ളത്, എ, ബി, സി. 3 ജീൻസ് ക്രോസ്ഡ് വിത്ത് റെസസീവ് ആയിട്ടുള്ള പാരൻറ്റ്. അപ്പോൾ റെസസീവ് പാരൻറ്റ് നമ്മൾ എങ്ങനെ എഴുതും? സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി. ഈ പന്നറ്റ് സ്ക്വയർ കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈ ട്രൈ ഹൈബ്രിഡ് ക്രോസ് ശരിക്കും നിങ്ങൾ മോണോ ഹൈബ്രിഡ്, ഡൈഹൈബ്രിഡ്, ട്രൈ ഹൈബ്രിഡ് ക്രോസൊക്കെ നിങ്ങൾ മെൻഡിലിയൻ ജെനറ്റിക്സ് പഠിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതായിരിക്കും അല്ല. അപ്പോൾ ഈ ക്രോസും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ട്രൈ ഹൈബ്രിഡ് F1 ട്രൈ ഹൈബ്രിഡ് ക്രോസ്ഡ് വിത്ത് ടെസ്റ്റ് ക്രോസ്ഡ് വിത്ത് ഡബിൾ റെസസീവ് പാരൻ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ ചെയ്തു പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ F2 ജനറേഷനിലെ ഓസ്പ്രിങ്സിൻ്റെ ജീനോടൈപ്പ് കിട്ടും. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ റോയിൽ മുഴുവൻ കൊടുത്തിരിക്കുന്നത് F2 ജനറേഷനിൽ കിട്ടുന്ന ഓസ്പ്രിങ്സിൻ്റെ ജീനോടൈപ്പാണ്. ആ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ആ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഏത് ഗാമേറ്റ്സിൽ നിന്ന് വന്നിരിക്കുന്ന F1 ട്രൈ ഹൈബ്രിഡ് പാരൻറ്റിൽ നിന്ന് വന്നിരിക്കുന്ന ഗാമേറ്റ്സാണ്. അതുപോലെ ഈ ബ്ലൂ കളറിൽ ലേബിൾ ചെയ്തിരിക്കുന്ന ജീനോടൈപ്പ് സ്മോൾ എ ബി സി, ഒറ്റ ടൈപ്പ് ഗമേറ്റ് ആണല്ലോ നമ്മുടെ രണ്ടാമത്തെ പാരൻ്റായിട്ടുള്ള ഡബിൾ റെസസീവ് പാരൻറ്റിൽ നിന്നുണ്ടാകുന്നത്. ഈ എ ബി സി ഈ കാണിച്ചിരിക്കുന്ന ഈ പാരൻറ്റിൽ നിന്നുണ്ടാകുന്ന ഒറ്റ ടൈപ്പ് ഗമേറ്റാണ് സ്മോൾ എ ബി സി. അപ്പോൾ അതാണ് ബ്ലൂ കളറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി പറയട്ടെ, ഈ റെഡ് കളറിൽ ലേബിൾ ചെയ്തിരിക്കുന്നതെല്ലാം നമ്മുടെ F1 ട്രൈ ഹൈബ്രിഡ് പാരൻറ്റിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന ഗമേറ്റ്സിൻ്റെ ആ ഗമേറ്റ്സിലൂടെ ഓഫ്സ്പ്രിങ്ങിന് കിട്ടിയ ജീനോടൈപ്പാണ്. ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ജീനോടൈപ്പ് ഡബിൾ റെസസീവ് പാരൻറ്റ്, ടെസ്റ്റ് ക്രോസിലെ ഡബിൾ റെസസീവ് പാരൻ്റായിട്ടുള്ള എ ബി സി ഈ ഡബിൾ റെസസീവ് പാരൻറ്റിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന ഗമേറ്റ്സിലൂടെ ഓഫ്സ്പ്രിങ്ങിന് കിട്ടിയിരിക്കുന്ന ജീനോടൈപ്പാണ്. ഇതിനകത്ത് നമുക്ക് ഓരോ ഓഫ്സ്പ്രിങ്ങിൻ്റെയും ജീനോടൈപ്പ് പരിശോധിക്കാം. ആദ്യത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ എ ബി സി, സ്മോൾ എ ബി സി, ഇതാണ് ഈ ഓഫ്സ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ്. അപ്പോൾ ഈ ഓഫ്സ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ് നമുക്കറിയാം, ഇത് 100% പാരൻറ്റിൻ്റെ പോലെ തന്നെ സെയിം ആയിട്ടുള്ളൊരു ജീനോടൈപ്പാണ്. പാരൻറ്റിലുള്ള ഈ ക്യാപിറ്റൽ എ ബി സിയും സ്മോൾ എ ബി സിയും അതുപോലെ തന്നെ ഓഫ്സ്പ്രിങ്ങിലേക്ക് വന്നിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ പാരൻ്റൽ ടൈപ്പ് എന്ന് വിളിക്കും. അതുപോലെ ഏറ്റവും അവസാനത്ത് നോക്കി സ്മോൾ എ ബി സി, ഇതും 100% നമ്മുടെ ഡബിൾ റെസസീവ് പാരൻറ്റിൻ്റെ തന്നെ സെയിം ജീനോടൈപ്പാണ്. അപ്പോൾ അതിനെ നമ്മൾ പാരൻ്റൽ ടൈപ്പ് എന്ന് വിളിക്കും. ആദ്യത്തേത് F1 ട്രൈ ഹൈബ്രിഡ് പാരൻറ്റിൻ്റെ അതേ ജീനോടൈപ്പാണ്. അവസാനത്തേത് ഡബിൾ റെസസീവ് ആയിട്ടുള്ള പാരൻറ്റിൻ്റെ അതേ ജീനോടൈപ്പാണ്. അപ്പോൾ ഇത് രണ്ടും പാരൻ്റൽ ടൈപ്പാണ്. ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ് റീകോമിനൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത്. റീകോമിനൻറ്റ് ടൈപ്സ് പലതരത്തിലുണ്ട്. ഒന്ന് സിംഗിൾ ക്രോസ് ഓവർ ബിറ്റ്വീൻ ബി ആൻഡ് സി. ബിയും സിയും ജീൻസ് തമ്മിലുള്ള സിംഗിൾ ക്രോസ് ഓവർ മൂലം ഉണ്ടായ ജീനോടൈപ്പുകൾ, ഓഫ്സ്പ്രിങ്സിൽ സംഭവിച്ച ഡിഫറെൻറ്റ് ജീനോടൈപ്സാണ് ആദ്യത്തെ 2-3 കോളത്തിൽ കിടക്കുന്നത്. ഇവിടെ ക്രോസ് ഓവർ നടന്നിരിക്കുന്നത് ബിയും സിയും തമ്മിലാണ്.
എക്ക് മാറ്റമൊന്നുമില്ല. എ എന്ന ജീൻ അങ്ങനെ തന്നെ നിൽക്കുക. ബിയും സിയും തമ്മിലുള്ള പരസ്പരമുള്ള ക്രോസ് ഓവർ നടന്നിട്ടാണ് ഈ 2 ജീനോടൈപ്സ് ഉണ്ടായിരിക്കുന്നത്. അടുത്ത 2 കോളം 4ഉം 5ഉം കോളത്തിൽ കാണിച്ചിരിക്കുന്ന ഈ രണ്ട് ജീനോടൈപ്സ് സിംഗിൾ ക്രോസ് ഓവർ ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബിയും ജീൻസും തമ്മിൽ ക്രോസ് ഓവർ നടന്നപ്പോൾ ഉണ്ടായിട്ടുള്ള 2 ഗമേറ്റ്സ് അത് ഫ്യൂസ് ചെയ്ത് ഫോം ചെയ്തിരിക്കുന്ന 2 ഓഫ്സ്പ്രിങ്സ് ആണ് ഇത് രണ്ടും. അപ്പോൾ ഇതിൻ്റെ ജീനോടൈപ്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിനകത്ത് സി എന്ന് പറയുന്ന ജീൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ക്രോസ് ഓവർ നടന്നിട്ടുള്ളത് എയും ബിയും തമ്മിലാണ്. അപ്പോൾ ആദ്യത്തേത് ബിയും സിയും ജീൻസ് തമ്മിൽ ക്രോസ് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫോം ചെയ്തിരിക്കുന്ന ജീനോടൈപ്സ് ആണ്. പിന്നെ കാണിച്ചിരിക്കുന്ന ഈ 2 എയും ബിയും തമ്മിൽ ക്രോസ് ഓവർ ചെയ്തപ്പോൾ ഫോം ചെയ്തിരിക്കുന്ന 2 ജീനോടൈപ്സ് ആണ്. അടുത്തത് ഡബിൾ ക്രോസ് ഓവേഴ്സ് ആണ്. ഡബിൾ ക്രോസ് ഓവേഴ്സിൻ്റെ എണ്ണം ഭയങ്കര കുറവാണ്. ടോട്ടൽ നമ്പറിൽ വെറും 1% മാത്രമേ ഡബിൾ ക്രോസ് ഓവേഴ്സ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഡബിൾ ക്രോസ് ഓവേഴ്സിൽ എയും ബിയും അതുപോലെ ബിയും സിയും തമ്മിലുള്ള ക്രോസിംഗ് ഓവർ നടന്നിട്ടുണ്ട്. അവസാനത്തത് പാരൻ്റൽ ടൈപ്പാണ് നമ്മൾ പറഞ്ഞു. നമുക്ക് 3 ജീൻസാണുള്ളത്. അപ്പോൾ ഈ ജീൻസ് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലീനിയർ ക്രോമസോമിനകത്ത് എ ബി സി എന്ന് പറയുന്ന ജീൻസിൻ്റെ പൊസിഷൻ മാപ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്ററിലുള്ള ജീൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ്. സെൻറ്ററിലുള്ള ജീൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡബിൾ ക്രോസ് ഓവർ എടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഡബിൾ ക്രോസ് ഓവേഴ്സ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ എ സ്മോൾ ബി ക്യാപിറ്റൽ സി, സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ സി. ഇതാണ് ഡബിൾ ക്രോസിൽ വരുന്ന 2 ജീനോടൈപ്സ്. ഇത് നമ്മൾ പാരൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ പാരൻ്റിൽ എങ്ങനെയാണ്? ക്യാപിറ്റൽ എ ബി സി സ്മോൾ എ ബി സി ആണ്. ഇതിനകത്ത് ക്യാപിറ്റൽ ബിക്ക് മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ. പാരൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്യാപിറ്റൽ എ ബി സി ആയിട്ട് ക്യാപിറ്റൽ എ സ്മോൾ ബി ക്യാപിറ്റൽ സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബി എന്ന് പറയുന്ന പൊസിഷന് മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. അതുപോലെ സ്മോൾ എ ബി സി ആയിട്ട് സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ സിനെ കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും ഈ ഡബിൾ ക്രോസ് ഓവർ പ്രോഡക്റ്റിനകത്ത് ബി എന്ന് പറയുന്ന ജീനാണ് ചേഞ്ച് ഇൻ പൊസിഷൻ സംഭവിച്ചുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ മിഡിൽ ജീനായിട്ട് കൺസിഡർ ചെയ്യും 3 പോയിൻറ്റ് എസ് ക്രോസിനകത്ത്. അപ്പോൾ നമുക്ക് എ ബി സി എന്ന് പറഞ്ഞ ഓർഡർ കിട്ടി. മിഡിലുള്ളത് ആരാണ്? ബി ആണ്. ഇനി നമ്മൾ മാപ്പ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ബി നടുക്കാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ബി നടുക്കാൻ നമുക്ക് മനസ്സിലായി. എയും സിയും ബിയുടെ 2 സൈഡ്സിലാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എ ബി കണ്ടുപിടിക്കണം. എ ബി കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ എല്ലാ ക്രോസ് ഓവേഴ്സിൻ്റെ സം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് ക്രോസ് ഓവർ വാല്യൂ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രോസ് ഓവർ പെർസെൻറ്റേജ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം എയും ബിയും ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ സിംഗിൾ ആൻഡ് ഡബിൾ ക്രോസ് ഓവേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഏതൊക്കെയാണ്? എയും ബിയും സിംഗിൾ ക്രോസ് ഓവർ ബിറ്റ്വീൻ എ ആൻഡ് ബി. എത്ര പെർസെൻറ്റേജ് ഒക്കെ വരുന്നുണ്ട്? 9 വരുന്നുണ്ട്. 9 പ്ലസ് 9 സിംഗിൾ ക്രോസ് ഓവർ മാത്രം എടുത്താൽ പോരാ, ഡബിൾ ക്രോസ് ഓവേഴ്സ് ബിറ്റ്വീൻ എ ബി കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ 1% വരും. അപ്പോൾ ടോട്ടലി 9 + 9 + 1 + 1 = 20%. 20 ആണ് ക്രോസ് ഓവർ വാല്യൂ. എയും ബിയും തമ്മിലുള്ള ക്രോസ് ഓവർ വാല്യൂ 20 ആണ്. അപ്പോൾ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 20 സെൻറ്റിമോർഗൻസ് ആയിരിക്കും. ഇനി ബിയും സിയും തമ്മിലുള്ള മാപ്പ് ഡിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ബിയും സിയും ഉൾപ്പെടുന്ന സിംഗിൾ ക്രോസ് ഓവേഴ്സും ഡബിൾ ക്രോസ് ഓവേഴ്സും ഒക്കെ നമ്മൾ അതിൻ്റെ എല്ലാം സം കണ്ടുപിടിക്കണം. അപ്പോൾ ബിയും സിയും തമ്മിലുള്ള സിംഗിൾ ക്രോസ് ഓവേഴ്സിൻ്റെ ക്രോസ് ഓവർ വാല്യൂ ഏതൊക്കെയാണ്? ഇതും 4 പ്ലസ് ഡബിൾ ക്രോസ് ഓവേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യണം. 1. അപ്പോൾ 4 + 4 + 1 + 1 = 10%. അപ്പോൾ എത്രയാണോ ക്രോസ് ഓവർ വാല്യൂ കിട്ടുന്നത് അത്ര തന്നെ ആയിരിക്കും നമ്മൾ മാപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? 10 സെൻറ്റിമോർഗനാണ് ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 20 സെൻറ്റിമോർഗൻ. ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 സെൻറ്റിമോർഗൻ. എ ബി സി എന്ന് പറയുന്ന ലീനിയർലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ജീനുകളിൽ ബി ആണ് സെൻറ്റർ എന്ന് നമുക്കറിയാം. കൺസിഡറിങ് ബി ആസ് എ സെൻറ്റർ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് സി എന്ന് പറയുന്നത് എ ബി + ബി സി ആയിരിക്കും. അതായത് 20 സെൻറ്റിമോർഗൻ + 10 സെൻറ്റിമോർഗൻ 30 സെൻറ്റിമോർഗൻസ് ആയിരിക്കും എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇങ്ങനെയാണ് ട്രൈ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് വെച്ചിട്ട് നമ്മൾ 3 പോയിൻറ്റ് ടെസ്റ്റ് ക്രോസ് വെച്ചിട്ട് ജീൻ മാപ്പിംഗ് ഓഫ് 3 ലിങ്ക്ഡ് ജീൻസ് നടത്തുന്നത്. 3 ലിങ്ക്ഡ് ജീൻസിൻ്റെ ജീൻ മാപ്പിംഗ് നടത്തുന്നത്.